രാഹുലിനെതിരായ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട നിർണായകമായൊരു വിവരം റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ബലാത്സംഗ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി യുവതിയുടെ മൊഴി. രാഹുലിന്റെ ഭീഷണിയിൽ നടത്തിയത് അശാസ്ത്രീയ ഗർഭഛിദ്രം. രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് നൽകിയത് ഗുരുതര പാർശ്വഫലങ്ങളുള്ള മരുന്ന്. ഈ മരുന്നുകൾ അമിത രക്തസ്രാവത്തിന് വഴിയൊരുക്കി. അടിയന്തര വൈദ്യസഹായം തേടിയത് അപകടം കുറച്ചെന്നും യുവതിയുടെ മൊഴി. യുവതിയുടെ സുഹൃത്തുക്കളുടെയും മൊഴി പരിശോധിച്ച ശേഷം യുവതിയുടെ സുഹൃത്തുക്കളുടെ മൊഴി പരിശോധിക്കും. പരിശോധിച്ച ഡോക്ടറുടെയും മൊഴിയെടുക്കും. റോഷിപാലും ഹരിമോഹനും ചേരുന്നു. റോഷി, വളരെ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന മരുന്നാണ് ഈ ജോബി രാഹുലിന് വേണ്ടി യുവതിക്ക് നൽകിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് അടക്കം എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമായോ റോഷി? അരുൺകുമാർ, അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മരുന്ന് നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘവും ഈ പെൺകുട്ടിയുടെ ഗർഭഛിദ്രത്തിന് അങ്ങനെ പ്രേരിപ്പിക്കുന്നത്. ആ മരുന്ന് എത്തിച്ചത് ജോബി ജോസഫ്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തൻ. ഈ മരുന്ന് മിഫെപ്രസ്റ്റോൾ, മിസോപ്രോസ്റ്റോൾ എന്ന 2 മരുന്നുകളാണ്. ഈ മരുന്നുകൾ ഗർഭഛിദ്രത്തിന് ഉപയോഗിക്കുക 49 ദിവസത്തിനുള്ളിൽ ഉള്ളതിൽ മാത്രമായിരിക്കും. അതാണെങ്കിൽ ഡോക്ടർ പരിശോധിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ സ്ത്രീക്ക് ആരോഗ്യസ്ഥിതി പരിശോധിച്ച് ഈ മരുന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നൽകുന്ന മരുന്നാണ്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു കാരണവശാലും ഈ മരുന്ന് നൽകാൻ പാടില്ല എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അങ്ങനെയുള്ള ഈ 2 മരുന്നുകളാണ് ഈ പെൺകുട്ടിക്ക് നൽകിയത്. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം ഉറ്റ സുഹൃത്തായ ജോബി ജോസഫ്, അടൂർ സ്വദേശി, ആ ജോബി ജോസഫിന്റെ കൈവശം കൊടുത്തയച്ച ആ മരുന്ന്, അത് 2 മരുന്നുകളാണ്. ഒന്ന് മിഫെപ്രസ്റ്റോൾ, രണ്ടാമത്തേത് മിസോപ്രോസ്റ്റോൾ. ഈ 2 ടാബ്ലറ്റുകൾ എത്തിക്കുന്നു. പിന്നീട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വീഡിയോ കോളിലൂടെ കഴിപ്പിച്ച മരുന്നുകളാണ്. ഈ മരുന്നുകൾ ഗർഭഛിദ്രത്തിന് ഉപയോഗിക്കേണ്ട സമയമുണ്ട്. അത് 49 ദിവസത്തിനുള്ളിൽ മാത്രമായിരിക്കണം. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച, അത് ഭ്രൂണഹത്യ നടത്തുന്നത് 49 ദിവസത്തിനിടയിൽ മാത്രം. അതിന് ശേഷം നടത്തി കഴിഞ്ഞാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഒരുപക്ഷെ ജീവൻ അപായപ്പെടാനുള്ള സാധ്യത പോലുമുണ്ട്. അമിത രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഇത് സ്കാൻ ചെയ്തതിന് ശേഷം ഉറപ്പുവരുത്തി ഗർഭപാത്രത്തിൽ തന്നെയാണോ ട്യൂബിലാണോ ഭ്രൂണം വളരുന്നതെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഈ മരുന്ന് നൽകുക. അതും ആ യുവതിയുടെ അല്ലെങ്കിൽ ഗർഭിണിയായ ആ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത് മാത്രമായിരിക്കും അതിൻ്റെ ഡോസേജ് പോലും ഡോക്ടർമാർ നിശ്ചയിക്കുക. അത്രത്തോളം അതീവ ഗൗരവമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ മരുന്നാണ്. യാതൊരു ശാസ്ത്രീയതയുമില്ലാതെ, ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ എവിടെ നിന്നോ എത്തിച്ച് വളഞ്ഞ വഴിയിലൂടെ ആ മരുന്ന് സംഘടിപ്പിച്ച ജോബി ജോസഫ് എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉറ്റമിത്രം ഈ യുവതിയെ ഭീഷണിപ്പെടുത്തി കൈകളിലെത്തിച്ച തൊട്ടു പിറ്റേന്നാൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോൾ വഴി ഈ പെൺകുട്ടിയെ ഈ മരുന്ന് കഴിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നു. വഴങ്ങാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി, ദൃശ്യങ്ങളടക്കം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ മരുന്ന് കഴിപ്പിച്ചു എന്ന മൊഴിയാണ് ഏറ്റവും പ്രധാനമാണ്. ഈ മാത്രവുമല്ല, ആ പെൺകുട്ടി നൽകിയ മൊഴിയിലുണ്ട് ഈ മരുന്ന് കഴിച്ചതിന് ശേഷമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അമിത രക്തസ്രാവമുണ്ടായി, ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അപ്പോൾ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരുപക്ഷെ അപ്പോൾ തന്നെ ചികിത്സ തേടിയില്ലായിരുന്നെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. വളരെ ഗൗരവമുള്ള മൊഴി കൂടിയാണ് പെൺകുട്ടി പോലീസിന് നൽകിയത്. വിദഗ്ധർ പറയുന്നത് ഇത് അശാസ്ത്രീയ ഗർഭഛിദ്രമാണെന്ന്. കാരണം ഈ മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ ഡോക്ടർ കുറിപ്പടി വേണം, നിർദ്ദേശം വേണം.